ഇപ്പോൾ എല്ലാവർക്കും നെസിൻ വെജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു UEFA ചാമ്പ്യൻസ് ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊന്ന് കപ്പടിക്കണം. റിയൽ മാഡ്രിഡ് എടുക്കാനാണ് എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണ്. ബിക്കോസ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. ബാഴ്സലോണ വെച്ചിട്ട് ഞാൻ ചെയ്യാം. മെസ്സി ഫാൻസ് വിഷമിക്കണ്ട. എൻ്റെ വീഡിയോ കാണുന്ന മെസ്സി ഫാൻസും വിഷമിക്കണ്ട. ഞാൻ രണ്ടുപേരുടെയും നോക്കാം. ഇത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ ബാർസലോണ എടുക്കും. PSG മെസ്സി ഉണ്ടാവുക. ഇന്റർ മിയാമിലേക്ക് പോയില്ലേ? അപ്പം നല്ലൊരു സ്ക്വാഡാണ്. എടാ കോട്ടു എവിടെ? ഞാൻ കോട്ടു കാരണമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒന്നാമത്തെ പോറെ സെൻറ്റർ മിഡിൽ ഏതടേ ഫുള്ള് ലോക്കൽ പ്ലേയേഴ്സ് ആണല്ലോ. ടൂണി ക്രൂസിനെ ബെഞ്ചിലിരുത്തിയേക്കുന്ന അതെനിക്ക് തീരെ പിടിക്കൂല. മോഡ്രിച്ചിനെ ബെഞ്ചിലിരുത്തിയേക്കുന്ന അതെനിക്ക് തീരെ പിടിക്കൂല. അത് കൂട്ടിനെ ഒരു ബെഞ്ച് വെച്ചിട്ട് കൂടിയില്ല. റൂഡികൾ സെൻറ്റർ ബാക്കാണ്. അയ്യോ എടാ ഞാൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഹെഡ് ഇതാണ് ഈ കീപ്പേൻ്റെ പ്രശ്നം. കീപ്പ് അത്ര നല്ല ഗോൾ കീപ്പറൊന്നും അല്ല. കോട്ടുകയാണെങ്കിൽ ഇപ്പോൾ അത് സേവ് ചെയ്തിട്ടിട്ടുണ്ടാവും. കർവഹാളാ എടാ ഇത് റൈറ്റ് ബാക്ക് അല്ലേ? റൈറ്റ് ബാക്കാണോ? അതെ പണ്ട് തൊട്ടേ ഉള്ള ചങ്ങായിയാണ്. വാൽവർദേ ക്യാപ്റ്റൻ. ജുവൻ്റസിൽ നിന്ന് വന്ന ആളാണ്. വാട്ട് ഡിഫൻഡറിൻ്റെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങിച്ചാ? നമ്മളപ്പോൾ ലൂസിലാണ്. ഇത് ഗ്രൂപ്പ് സ്റ്റേജാണ്. പിന്നെ ഭാഗ്യം. ഇതിനകത്ത് തോറ്റാലും വലിയ കാര്യമൊന്നുമില്ല, ഗ്രൂപ്പ് സ്റ്റേജ് ആയതുകൊണ്ട്. അയ്യോ എടാ ബെല്ലിങ്കോ നിനക്ക് എവിടെ? ബെല്ലിങ്കോ സെൻറ്റർ മിഡാ? എനിക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലൂക്കാണെന്ന് അവിടേക്ക് മാറ്റാം. പിന്നെ ടൂണി ക്രൂസ് നേരെ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ മറ്റേ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. അയ്യോ കാവിങ്ക എന്താടി ഇത്? ഞാൻ ചോദിച്ചു കർവഹാളാണെന്ന്. കർവഹാളാണോ? എന്നാൽ പിന്നെ അവൻ്റെ കഥ ഞാൻ കഴിക്കും. കർവഹാളാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഇത് കൊച്ചു ചേർക്കനാണ്, കരയും ചിലപ്പോൾ. എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ റിയൽ മാഡ്രിഡ് ഇത് വിടാൻ. ഹാഫ് ടൈം ആയാ? റെഫറി നോട്ട് ഹാഫ് ടൈം. റോഡ്രിഗോ എൻ്റെ മോനെ ട്രിബിളിംഗ് ഒന്നും അറിയില്ല. ചെക്കൻ കുഞ്ഞതാണ്, അതുകൊണ്ട് ട്രിബിളിംഗ് ഒന്നും അറിയില്ല. മെസ്സിൻ്റെ അത്രയും പവർ വരില്ല കുഞ്ഞതാണെങ്കിൽ. മെസ്സി ആണെങ്കിൽ ട്രിബിളിങ് ചെയ്ത് കയറും. റൊണാൾഡോ പണ്ടത്തെ ആണെങ്കിൽ ഇത് ട്രിബിൾ ചെയ്യും, പക്ഷെ ഇപ്പോൾ ട്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ എടാ ഈ പ്രാന്ത് പിടിച്ച ടീമിൻ്റെ കൂടെ എല്ലാം തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. റോഡ്രിഗോ എടാ റോഡ്രിഗോ മോഡ്രിച്ച് ദാറ്റ് ഈസ് ഗുഡ്. എന്ത് സൈലൻ്റ് ആയിപ്പോയെ? റോഡ്രിഗോ ദാറ്റ് ഈസ് എ ഗുഡ് ട്രിബിളിംഗ് മാൻ. യെസ് റോഡ്രിഗോ യെസ്. നമ്മളിനി കംബാക്കാണ്. അവർ 11 മിനിറ്റിൽ ഗോൾ അടിച്ചാൽ നമ്മൾ 64 മിനിറ്റിൽ ഇത് ഒരു ഗോൾ തിരിച്ചടിക്കൂ. ഇത് റിയൽ മാഡ്രിഡാണ്. ഈ നേപ്പാളിൻ്റെ ഇത് അടുത്തൊന്നും തോക്കൂല. നേപ്പാളല്ല നോർപോള അങ്ങനെ എന്തോ ആണ്. നോർപോളല്ല നേപ്പോൾ FC അങ്ങനെ എന്തോ ആണ്. റോഡ്രിഗോ വിനീഷ്യസ് ഓഫ് സൈഡാ? ഈ വിനീഷ്യസിനെ കൊണ്ട് അവൻ ഓഫ് സൈഡ് അയക്കുന്നത്. അതാരാ ഹെഡ് ചെയ്തേ? എൻ്റെ മോനെ അതാരുടെ? മോഡ്രിച്ച് ടു വാൽവർദേ, വിനീഷ്യസ് ജൂനിയർ,
വിനീഷ്യസ് ജൂനിയർ അടിച്ച് അവസാനം. റിയൽ മാഡ്രിഡിൻ്റെ അടുത്ത സിദാനെ ഞാൻ എൻ്റെ ടീമിലേക്ക് വിളിച്ചേക്കുക, വിഷമിക്കണ്ട. അതുകൊണ്ട് സിദാൻ പറഞ്ഞു ഇത് റിയൽ മാഡ്രിഡിനെ നീ നോക്കണമെന്ന്. നോക്കിയേക്കാം, സിദാൻ്റെ ഒരാഗ്രഹമല്ലേ. ഞാൻ അതെങ്ങനെയാ അവൻ ഡൈവ് ചെയ്താണ് എന്നെ ടാക്കിൾ ചെയ്യാൻ നോക്കിയിട്ട് ഇത് വീണയാണ് അത്. യെസ്, റിയൽ മാഡ്രിഡ് ജയിച്ചിരിക്കുന്നു വിജയകരമായിട്ട്. അപ്പോൾ ഇതൊരു സീരീസ് പോലെ പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ പോയിന്റ് ടേബിളിൽ നമ്മൾ ഒന്നാമതാണ്. അതിന് ഒരു മാച്ചും കൂടി കളിച്ചേക്കാം, എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് ഓരോ വീഡിയോയിലും 2 മാച്ച് വെച്ച് ആക്കാം. എന്നാലും അങ്ങനെയെങ്കിലും ആക്കാം. അങ്ങനെയും ആക്കാൻ പറ്റുമെന്നറിയില്ല. ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഫൈനൽ ഞാൻ ഒരു വീഡിയോയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. നമുക്കവിടെ സ്കോഡ് മാറ്റാൻ പറ്റുമായിരുന്നു. ഇത് ബാക്ക് അടിച്ചിട്ട് പോകാൻ പറ്റുമോ? വിനീഷ്യസിൻ്റെ സ്കില്ലിട്ടോണ്ട് ഇതാ പോകുന്നു. ബെസ്റ്റ്. ഇവനെ ഞാൻ ഇപ്പം തന്നെ മാറ്റിട്ടു. ഇവൻ കാരണം ഓഫ്സൈഡായത്. അവന് പകരം ഞാൻ അല്ലെങ്കിൽ അവനെ മാറ്റണ്ട, ഇവനെ മാറ്റാം. ഇവനെ എനിക്ക് തീരെ ഇഷ്ടമില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്നാലും നമ്മുടെ റുഡിഗറിനെ നമുക്ക് ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാം. പിന്നെ മോഡ്രിച്ച് ഇവന് പകരം. ഓക്കെ, റോഡ്രിഗോ ഇത് സബ്ബർക്ക് ചങ്ങായിനെയാണ്. വേണ്ട ബെല്ലിത്തിന് മാറ്റിയാലോ? അല്ലെങ്കിൽ ഈ ചങ്ങായി ഒന്നും കളിക്കുന്നില്ല. അതെന്താ? ഇന്നത്തെ മാച്ച് ഇവരെ നമുക്ക് കുറേ പൊട്ടിക്കണം. അല്ല, ഈ ടീമിൽ എങ്ങനെയാണ് UCL വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. റോഡ്രിഗോ ഏജില്ലാത്തതുകൊണ്ട് നല്ല സ്പീഡുണ്ട് മാത്രമേ ഉള്ളൂ. ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത്. ഷൂട്ടിംഗ് ഇല്ല. ആരാണെങ്കിലും ഹെഡ് ചെയ്തേ പറ്റുള്ളൂ. ടോണി ക്രൂസ് ആണോ? ടോണി ക്രൂസിനെ അത് വീഴ്ത്തിയിട്ടോണ്ടാണ്. റുഡിഗറെ ടാക്കിൾ ചെയ്യ്. റുഡിഗറിനൊന്നും സ്പീഡില്ല, വെറുതെ അല്ല. അത് കൈവച്ചാണോ കറവാളാക്കിയത്? എനിക്കങ്ങനെ തോന്നിയേ. അതെങ്ങനെ കറവഹാള് സേവ് ചെയ്തു കിട്ടാ? റോഡ്രിഗോനെ ചെയ്യാൻ. റോഡ്രിഗോ പൊട്ടൻ റോഡ്രിഗോ. ക്രൂസ് മറ്റേ മെസ്സിനെ ഫൗൾ ചെയ്യുന്ന പോലെ ഫൗൾ ചെയ്യാൻ നോക്കിയതാ. ജോദിയോ ആൽബ ഈ ഫസ്റ്റ് ബാഴ്സലോണയിലായതുകൊണ്ടില്ലേ വേറെ അങ്ങോട്ടോ പാസ് ഇട്ട് കൊടുത്തയാ. ഒരു കുഴപ്പമില്ല. ചേടാ, ഇത് മാറ്റാനും പറ്റില്ലല്ലോ ഈ കള്ള ആൽബേനെ. ജോദിയോ ആൽബ. അതാരാ? എന്നോട് ചോദിക്കാതെ ആരാ അത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടത്? വിനീഷ്യസ്. അല്ല, ഈ ഗോൾ കീപ്പറിനെ ഫൗൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തൊരു സുഖം. എന്തൊരു സുഖമായിരിക്കും. നേരെ മോഡ്രിച്ചിൻ്റെ കാലുകളിലേക്ക് എത്തി. പിന്നെ വിനീഷ്യസ് ജൂനിയർ അത് ഓഫ് സൈഡ്. എടാ, എന്താടാ അത്? അതെന്താണ്?
എന്താണ് ഈ വിനിക്ക് കളിക്കാൻ അറിയില്ല. ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതെന്താ ബില്ലിംഗത്തിന് എന്താ പറ്റിയ? ബില്ലിംഗത്തിന് എന്താ റെഡ് കാർഡ് കിട്ടിയ? ബില്ലിംഗത്തിന് എന്താ പറ്റിയ? അവിടെ ഇവിടെ എന്താ ഇപ്പം എവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? വിനീഷ്യസ് ജൂനിയറിനെ ഞാനിപ്പോൾ എന്താ ചെയ്യും? കീപ്പാനെ മാറ്റിയിടാൻ പറ്റില്ല. കർവഹാളിനെ ലെഫ്റ്റിങ് സ്ട്രൈക്കിങ്ങിൽ കളിപ്പിക്കാം. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട്? അവൻ കുറച്ച് എടാ മൂഡ്രിച്ചേ എങ്ങോട്ടാ അടിച്ചത്? മൂഡ്രിച്ച് കള്ളം, ഞാൻ പറയണില്ല. എന്നെ പൊന്നി വിനീഷ്യസേ, വലിയ അവിടുന്ന് ചെയ്യുന്നുണ്ടാ? നീ സ്ട്രൈക്കർ കർവഹാളെ, ഞാൻ നിന്നോട് പറയുന്നു, നീ ബാക്കിൽ നിന്ന് മുന്നിൽ കയറി കളിക്ക്. റോഡ്രിഗോ ട്രിബിൾ ചെയ്യാൻ നോക്ക്. നോ, ഇപ്പം റെഡിയായി. ടോണി ക്രൂസ് ടു വിനീഷ്യസ് ജൂനിയർ. ഈശ്വര, എടാ എന്താടേ ഇത്? അത്രയും പവറിലടിച്ച ഷോട്ട്. എന്തായാലും ജയിച്ച്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.